ഖുർആനെ തങ്ങളുടെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ബ്രാഹ്മണ സമൂഹം, മുഹറത്തെ അതിന്റെ പവിത്രതയോട് ആചരിക്കുന്ന മനുഷ്യർ, തങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാൻ ശിവനെയും മഹാവിഷ്ണുവിനെയും പൂവിട്ട് പൂജിക്കുന്നതിനോടൊപ്പം തന്നെ അവർ പവിത്രമായ ആലം പതാകയും സൂക്ഷിക്കുന്നു. ഇന്നത്തെ വർഗീയ വിഷം വമിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ ജനത തീർച്ചയായും ഒരു പാഠമാണ്. ദൈവങ്ങളുടെയും വിശ്വാസത്തിന്റെയും പേരിൽ പരസ്പരം തമ്മിൽ തല്ലാനും ജീവൻ എടുക്കുവാനും ഇറക്കുന്നവർക്ക് ഇവരെ കണ്ടുപഠിക്കാം. ഇവരാണ് ഹുസൈനി ബ്രാഹ്മണർ. ഇന്നത്തെ വർഗീയ വിഷം വമിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഈ ജനതയ്ക്ക് വളരെ വിചിത്രമായൊരു ചരിത്രമുണ്ട്. ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണത്. എന്റെ പേര് അരുണിമ. ഇത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഹുസൈനി ബ്രാഹ്മണർ എന്ന അത്ഭുത ജനതയുടെ കഥയിലേക്കാണ്. ബാലി, ഭീംവാൾ, ചിബ്ബർ, ദത്ത്, ലവ്, മോഹൻ, വൈദ് എന്നിവരുൾപ്പെടെ 7 വ്യത്യസ്തങ്ങളായ ചെറിയ വംശങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചാബ് മേഖലയിൽ കാണപ്പെടുന്ന മോഹിയാൽ ബ്രാഹ്മണ സമൂഹമാണ് ഹുസൈനി ബ്രാഹ്മണർ എന്നത്. ഈ ഹുസൈനി ബ്രാഹ്മണർ ഹിന്ദു വിഗ്രഹങ്ങൾക്കും ചിത്രങ്ങൾക്കും ആദരവ് അർപ്പിക്കുകയും ചെയ്യാറുണ്ടത്രേ. ഇവരുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇവരെ സംബന്ധിച്ച് ഈ ചരിത്രം അവർക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് അവരുടെ ജീവശ്വാസമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇവരുടെ കുടുംബ വേരുകൾ പ്രവാചക പൗത്രൻ ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം വരിച്ച കർബല യുദ്ധത്തിലേക്ക് നീളുന്നു എന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. 2ാം ഉമയ്യദ് ഖലീഫ യാസിദ് ഒന്നാമന്റെ സൈന്യവും മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഹുസൈൻ ഇബ്നു അലിയുടെ നേതൃത്വത്തിലുള്ള സൈന്യവും തമ്മിൽ 680-ൽ കർബല എന്ന സ്ഥലത്ത് വെച്ചാണ് കർബല യുദ്ധം നടന്നത്. ബാഗ്ദാദിൽ താമസിച്ചിരുന്ന ഹിന്ദുമത വിശ്വാസത്തിലെ ദത്ത് വംശത്തിന്റെ നേതാവും കരിയർ സൈനികരുടെ ചെറിയ ബാൻഡറുമായ റഹാബ് സിംഗ് ദത്ത് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ ദൈർ അൽ ഹിന്ദിയ എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഇത് ഇന്ത്യൻ ക്വാർട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഇബ്നു സിയാദിന്റെ സൈന്യം ഹുസൈനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പുത്രൻ അലി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സമുദ്രഗുപ്ത രാജാവിന് കത്തെഴുതിയ കഥയാണ് ഈ ഹുസൈനി ബ്രാഹ്മണരുടെ ചരിത്രത്തിന്റെ ഉറവിടം. അവസാന സസാനി രാജാവായിരുന്ന യസ്ദഗിർത്ത് മൂന്നാമന്റെ മകൾ ഷഹർബാനുവിനെ ഹുസൈൻ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു മകൾ മഹർബാനുവിനെ ഇന്ത്യയിലൊരു നാട്ടുരാജാവായ ചന്ദ്രഗുപ്തനാണ് വിവാഹം കഴിച്ചത്. ഈ വൈവാഹിക ബന്ധമാണ് അലി ഇബ്നു ഹുസൈനെ കത്തെഴുതാനായി പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ സമുദ്രഗുപ്തന്റെ കാലത്താണ് കർബല സംഭവം ഉണ്ടായതെന്നാണ് ചരിത്രാഖ്യാനം. യസീദിന്റെ കിരാത വാഴ്ച അവസാനിപ്പിക്കുവാനായി സഹായം തേടുന്നതാണ് ഈ കത്തിന്റെ ആപ്തവാക്യം. ഈ കത്ത് സ്വീകരിച്ചുകൊണ്ട് ലാഹോറിൽ വേരുകളുള്ള റഹീബ് സിംഗ് ദത്ത് എന്ന മൊഹിയാൽ സമുദായ അംഗം തന്റെ 7 മക്കളെയും കൂട്ടി ഇറാനിലേക്ക് തിരിച്ചു. യസീദിനെതിരെ ഇമാം ഹുസൈന്റെ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തിന്റെ 7 പുത്രന്മാരും വധിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇവർ പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്നത്. പ്രവാചക കുടുംബത്തിലെ ആരോ അവരെ ഹുസൈനി ബ്രാഹ്മൺ എന്ന് വിളിച്ചു എന്നും ആ നാമധേയത്തിൽ പിന്നീട് അവർ അറിയപ്പെട്ടു എന്നുമാണ് കഥ. ഇമാമിന്റെ സഹോദരി സൈനബാണ് ഇപ്രകാരം വിളിച്ചത് എന്നും ചിലർ പറയുന്നുണ്ട്. റിഹബ് സിംഗിന് മക്കൾ ഉണ്ടായിരുന്നില്ല അത്രേ. അദ്ദേഹം ഇമാം ഹുസൈനെ കണ്ട് പ്രാർത്ഥിച്ചു അത്രേ. തുടർന്ന് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായി എന്നും ഇമാം അവർക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം ആ കുട്ടികളെ തന്നെ പകരം നൽകി എന്നുമാണ് ഹുസൈനി ബ്രാഹ്മണരുടെ പക്ഷം. ഇനി നമുക്ക് ഇവരുടെ പൂർവ്വ പിതാക്കളെ കുറിച്ച് ഈ വിഭാഗത്തിൽ പ്രചരിച്ച മറ്റൊരു കഥയുണ്ട്, അതുകൂടി ഒന്നറിയാം. ഇമാം ഹുസൈന്റെ തലകൊയ്ത് ഇബ്നു സിയാദ് യസീദിന്റെ രാജധാനിയിലേക്ക് തിരിച്ചപ്പോൾ റിഹാബ് ദത്ത് അവരെ പിന്തുടർന്ന് പിടിച്ച് ആ ശിരസ് തിരിച്ചെടുത്തു. പിന്നീട് അദ്ദേഹത്തെ യസീദിന്റെ സൈന്യം വളഞ്ഞത്രേ. അപ്പോൾ തന്റെ മൂത്ത പുത്രന്റെ തലകൊയ്ത് ഇതാണ് ഹുസൈന്റെ ശിരസ് എന്ന് പറഞ്ഞ് സൈന്യത്തിന് കൊടുത്തുവെന്നും അവർ അത് സമ്മതിക്കാത്തപ്പോൾ 2ാമത്തെ പുത്രന്റെ തലകൊയ്ത് കൊടുത്തുവെന്നും അതും അവർ ഇമാം ഹുസൈന്റേത് എന്ന് അംഗീകരിക്കാത്തപ്പോൾ തന്റെ 7 മക്കളെയും ഇതേപോലെ വധിച്ചുകൊണ്ട് റിഹാബ് ദത്ത് ഇമാം ഹുസൈന്റെ മാനം കാക്കാൻ ശ്രമിച്ചു എന്നുമാണ് കഥ. എന്നാൽ ഈ കഥ അവരിൽ തന്നെ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല. ഇന്ത്യയിലേക്ക് മടങ്ങിയ റാഹിബ് ദത്തിന്റെ പക്കൽ ഇമാം ഹുസൈന്റെ ഒരു മുടിക്കഷ്ണം ഉണ്ടായിരുന്നു അത്രേ. ഇത് കാശ്മീരിലെ ഹസ്രത് ബാലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതായത് ഭഗവത്ഗീതയിൽ ഇമാം ഹുസൈന്റെ തിരോധാനത്തെ കുറിച്ച് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കളങ്കി പുരാണത്തിലും അഥർവ വേദത്തിലും ഇമാം ഹുസൈനെ സമകാലിക ലോകത്തിലെ കലിയുഗ അവതാരമായി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ ഈ വാദങ്ങളെ ബലപ്പെടുത്തുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഷിയാക്കളിൽ ചിലർ ഇത് അംഗീകരിക്കുകയും തങ്ങളുടെ മുഹറം ചടങ്ങുകളിൽ ഇവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തു വരുന്നു. ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കർബല യുദ്ധ സമയത്ത് സിന്ധിൽ നിന്നുള്ള വസ്ത്രവ്യാപാരികളിൽ പലരും അക്കാലത്ത് ഇറാഖിൽ ഉണ്ടായിരുന്നു എന്നാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ നന്മയോട് ചേരാൻ വേണ്ടി പോരാട്ട വീര്യമുള്ള പഞ്ചാബി തയ്യാറായി എന്നതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല എന്നാണ് അവരുടെ പക്ഷം. ചരിത്ര രേഖകൾ അനുസരിച്ച് 680-ൽ കർബല യുദ്ധം നടക്കുമ്പോൾ ഏകദേശം 1400 ബ്രാഹ്മണർ ഇറാഖിലെ ബാഗ്ദാദിൽ താമസിച്ചിരുന്നു. ഇറാഖിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും കുറച്ച് കുടുംബങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ 1947-ലെ ലാഹോറിൽ വ്യാപിച്ചു കിടന്ന ഇക്കൂട്ടർ വിഭജനാനന്തരം ഇന്ത്യയിലേക്ക് കുടിയേറുകയും വിവിധ പ്രദേശങ്ങളിൽ താമസമാക്കുകയും ചെയ്തു. ഇന്നും
തങ്ങളുടേതായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഈ വിഭാഗം ഇന്ത്യയിൽ പലയിടത്തായി താമസിക്കുന്നുണ്ട്. ഭൂരിഭാഗവും ഇപ്പോൾ ഇന്ത്യയിലെ പൂനെ, ഡൽഹി, ചണ്ഡീഗഡ്, അമൃത്സർ, ജമ്മു, പാകിസ്ഥാനിലെ സിന്ധ്, ലാഹോർ, ദക്ഷിണ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്നിവിടങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്. അജ്മീറിൽ ഇന്നും ഹുസൈനി ബ്രാഹ്മണർ എന്ന് സ്വയം വിളിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട്. ബീഹാറിൽ മുസാഫർപൂർ ജില്ലയിലെ ഭൂമിഹാർ ബ്രാഹ്മണരുടെ ഒരു വിഭാഗവും ഹുസൈനി ബ്രാഹ്മണരുടെ വംശപരമ്പര അവകാശപ്പെടുന്നുണ്ട്. ഈ ഹുസൈനി ബ്രാഹ്മണർ യാഥാസ്ഥിക ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ല, യാഥാസ്ഥിക വൈദിക ഇസ്ലാമിക പാരമ്പര്യങ്ങളുടെ സമ്മിശ്രമായ ഒരു മിശ്രിതമാണ് അവർ പാലിക്കുന്നത്. പ്രസിദ്ധ സിനിമാ നടനും രാഷ്ട്രീയ നേതാവുമായിരുന്ന സുനിൽ ദത്ത്, മകൻ സഞ്ജയ് ദത്ത് എന്നിവരെല്ലാം ഈ ഹുസൈനി ബ്രാഹ്മൺ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യ ഇവരെ കണ്ടുപഠിക്കണം. ഇവരുടെ കഥ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തായാലും ഈ ജനത നമുക്ക് നൽകുന്ന ഒരു നല്ല സന്ദേശം ഏവരിലേക്കും എത്താൻ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.